You look so beautiful. Are you ready for the trip? You look so funny in those big glasses. You look so funny in those big glasses. Thank you. What do you have in your bag, Rose? What did you pack there? I heard there are only 3 things there. Only 3 clothes. 3 clothes, makeup, my Atomic Habit book, headphones. This is all. But Definitely. it's full. So Definitely. how will I do shopping and bring things back? Well, you're not gonna do that's good. So, നമ്മള് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. We are going to റോസ് ബെൻ വ്ലോഗിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഐ എം സോ എക്സൈറ്റഡ്. ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഐ വാസ് ലൈക്ക് വാവ്, ആഫ്റ്റർ ലോങ് ടൈം നമ്മൾ സമാധാനമായിട്ട് ഒരു വീക്കെൻഡ് ട്രിപ്പിന് പോകാൻ പോവാണ്. യെസ്, ആൻഡ് വി ആർ ഗോയിങ് ടു മിലാനോ. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ നിന്ന്, അതായത് സ്വിറ്റ്സർലൻഡിൽ നിന്ന്, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് 3.5 മണിക്കൂറേ ഉള്ളൂ ഇവിടെ എത്താനായിട്ട്. ഡയറക്റ്റ് ട്രെയിനും ഉണ്ട്, 2 കണക്ഷനൊക്കെ എടുത്തിട്ടുള്ള ട്രെയിനും ഉണ്ട്. ഞങ്ങളങ്ങനെ ചില്ല് ചെയ്ത് ഒരു സീരീസൊക്കെ പാവൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്ത് എത്താറായിട്ടോ. പോണ വഴികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് സ്വിറ്റ്സർലൻഡിൽ നിന്ന് തന്നെ SBB എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് വെച്ചിട്ട്, അവിടെ ആ ഒരു ആപ്പ് വെച്ചിട്ടാണ് നമ്മൾ എല്ലായിടത്തും ട്രാവൽ ചെയ്യാറ് നമ്മുടെ സ്വിറ്റ്സർലൻഡിൻ്റെ ഉള്ളിൽ. പക്ഷേ ആ ആപ്പ് വെച്ച് തന്നെ നമ്മൾക്ക് വേറെ കൺട്രീസിലേക്ക്, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാണെങ്കിൽ വേറെ കൺട്രീസിലേക്ക് പോകാനുള്ള ട്രെയിനുകളും നമുക്ക് ബുക്ക് ചെയ്യാം കേട്ടോ. ഈവൻ ദോ അത് വേറെ ഒരു കൺട്രി ആണെങ്കിൽ പോലും നമ്മൾക്ക് നമ്മുടെ കൺട്രിയുടെ ബോർഡർ വരെയുള്ളത് ഒരു ടിക്കറ്റും അടുത്തത് വേറൊരു ടിക്കറ്റുമായിട്ട് ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു ആപ്പിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ മിലാനോയിൽ ലാസ്റ്റ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങി. ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരുന്നില്ല ആക്ച്വലി, ബിക്കോസ് ഞങ്ങൾ മെയ് 1 സ്റ്റാർട്ട് ചെയ്തത് വീട്ടിൽ നിന്ന്. ഇവിടെ ലോങ് വീക്കെൻഡ് ആണല്ലോ. പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, ബിക്കോസ് ആൾക്കാരെല്ലാവരും ഈ വീക്കെൻഡ് ചില്ല് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. എന്ത് അടിപൊളിയല്ലേ, ഭയങ്കര രസമായിട്ട് ഇവിടുത്തെ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ കാണാൻ. സ്റ്റാർട്ടിങ് ഫ്രം ദ സ്റ്റേഷൻ തന്നെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യണ്ടായിരുന്നു. പാവലത് സെക്കൻഡ് ടൈമിലാണ് ഇവിടെ വരുന്നത്, പക്ഷെ ഞാനിങ്ങനെ വാവ് എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഇറ്റലിയുടെ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ഫാഷൻ ഹബ്ബാട്ടോ മിലാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇവിടെ മിലാനോ ഫാഷൻ വീക്കും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. ഇത് ഞാനിവിടെ വന്നിട്ട് ഇതിപ്പോൾ 2ാമത്തെ ദിവസമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണം. പക്ഷേ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. കാര്യം ഇവിടുത്തെ ആൾക്കാർ എസ്പെഷ്യലി പെണ്ണുങ്ങൾ എന്ത് രസമായിട്ട് ഡ്രസ്സ് ചെയ്ത് നടക്കണമെന്നറിയാം. അതായത് ഫാഷൻ്റെ വേറെ ഒരു ലെവലില്ലേ, കളർഫുള്ളായിട്ട് ഭയങ്കര രസമാണ് നമുക്ക് ഓരോന്നും കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ സിറ്റിയുടെ ഉള്ളിൽ നടക്കുമ്പോഴാണ് ലൈക്ക് ഈവൻ ഭയങ്കര താഴെയൊക്കെ ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള റോഡൊന്നും അല്ലെങ്കിലും ആൾക്കാർ ഹീൽസൊക്കെ ഇട്ടിട്ട്, എത്ര അമ്മച്ചിമാരാണെങ്കിലും ഭയങ്കര അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ നടക്കുന്നത്. ഞാനൊക്കെ വന്നിട്ട് അയ്യോ എൻ്റെ കയ്യിൽ അത്ര പറ്റിയ ഡ്രസ്സുകളൊന്നും ഇല്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഭയങ്കര രസമുണ്ടായിരുന്നു ഈ ഒരു ഫസ്റ്റും സെക്കൻഡ് ഡേയുടെ വീഡിയോ ഒക്കെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് സ്റ്റേഷൻ. ഞങ്ങൾ രാവിലെ 8:30 ഒക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ്. ഞങ്ങൾക്ക് നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഹോട്ടലിലേക്ക് പോകാം എന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ എപ്പോഴും നമ്മൾ ഗൂഗിളിൽ നോക്കിയിട്ട് നല്ല റിവ്യൂ ഉള്ള റെസ്റ്റോറൻറ്റിലാണ് വരാറ്. അങ്ങനെ ഞങ്ങളിവിടെ ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ വന്നു. എന്നിട്ട് ഫുഡിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ സീ ഫുഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാട്ടോ എടുത്തത്.
ഇവിടുത്തെ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാഫ്രോണിൻ്റെ റിസോർട്ടോയാണ്. പക്ഷേ അത് ഞാൻ പിന്നെ കഴിക്കാമെന്ന് കരുതി. ആദ്യം തന്നെ ഞാൻ സീ ഫുഡ് റിസോർട്ടോയിലേക്ക് കയറി. പിന്നെ കുറച്ച് ബേബി സ്ക്വിഡ്സ് സ്റ്റാർട്ടേഴ്സായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഇവിടുത്തെ കഫേസൊക്കെ കുറച്ച് ഒട്ടും എക്സ്പെൻസീവ് അല്ല, പക്ഷേ റെസ്റ്റോറൻറ്റുകൾ കുറച്ച് എക്സ്പെൻസീവാണ്. ഞാൻ ഇറ്റലിയിലെ വേറെ സിറ്റികളിൽ പോയിട്ടുള്ളതിൽ വെച്ചിട്ട് ഇത് കുറച്ച് എക്സ്പെൻസീവാണ്. പക്ഷേ എന്നാലും നമുക്ക് സ്വിറ്റ്സർലൻഡിൽ നിന്നൊക്കെ പോയി നമുക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ ഭയങ്കര ചീപ്പല്ല. Good. This is good. Very good, but I would like to have a little pepper. One chili powder. What is this? Olive oil. This olive oil. Come on, say that. Come on. I don't know. Better than Vapiano? Of course. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പതിയെ നല്ലൊരു നടപ്പ് നടന്നു. ബിക്കോസ് ഭയങ്കര രസമാണ് ബിൽഡിങ്ങുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കൊത്തുപണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള നല്ല കുറേ ചെടികളും മരങ്ങളും ഒക്കെയുള്ള സ്വിറ്റ്സർലൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീനറി ആണല്ലോ. പക്ഷെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഗ്രീന്, നല്ല ബിൽഡിങ്ങുകൾ, അതൊക്കെ വെച്ചിട്ട് നല്ല സ്ഥലങ്ങളായിരുന്നു. അപ്പം ഞങ്ങൾ അതിലേക്കൂടെ നടന്ന് പിന്നെ ഒരു ട്രാം കയറിയിട്ട് നമ്മൾ നമ്മുടെ ഹോട്ടലിലേക്ക് പോകാമെന്ന് കരുതി. അങ്ങനെ ട്രാം സ്റ്റോപ്പിലെത്തി. ട്രാം കാണാൻ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഈ ബ്ലൂ കളറ്, ലൈറ്റ് ബ്ലൂ കളറ്, ഡാർക്ക് ബ്ലൂ കളറ്, ആഷ് കളർ, യെല്ലോ കളർ, അങ്ങനെ പല കളേഴ്സാണ് ഇവിടുത്തെ ട്രാമുകൾ. പഴയ മോഡലാണ് കാണാനായിട്ട്. ഞാൻ വിചാരിച്ചു ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളതെന്ന്. അല്ല, ഇത് ഇവിടുത്തെ നോർമലാണ്. ഇവിടുത്തെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ വഴിയൊന്നല്ല ടിക്കറ്റ് എടുക്കുന്നത്. പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാനായിട്ട് ഇങ്ങനെ പാക്കേജ് ആപ്പുകളൊക്കെ എടുക്കാതെ ഞങ്ങൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ടിക്കറ്റ് എടുത്തത്. അപ്പം നമുക്ക് കയറുമ്പോൾ തന്നെ സൈഡിലൊരു ബോക്സ് പോലെ വെച്ചിട്ടുണ്ടാവും. അവിടെ നമ്മുടെ ഫോൺ സ്വൈപ്പ് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ എന്തോരം ട്രാവൽ ചെയ്തതിനനുസരിച്ച് കാശ് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എടുത്തോളും. പക്ഷേ അത് നല്ലൊരു സംവിധാനം കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ വലിയ ആപ്പുകളും കാര്യങ്ങളും ഒന്നും തിരഞ്ഞെടുക്കണ്ട. ഇവിടെ നമ്മൾ വരുമ്പോഴത്തേക്കിനും ഇങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുമ്പം മിലാനോ ആപ്പ് എന്നൊക്കെ പറയും. നമുക്ക് മറ്റേ കാസലിൽ കയറാം, അവിടെ കയറാം, അതൊരു പാക്കേജാണ് എന്നൊക്കെ പറയും. പക്ഷേ അതൊന്നും എടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ഈ ഒരു 3 ദിവസത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കിനും. പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ATM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോർമൽ ടിക്കറ്റ് സർവീസ് തന്നെയാണ് നമ്മൾ ചെയ്തത്. എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ നടന്നത് ഇതാണ് നമ്മുടെ ഹോട്ടൽ. B&B ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അതൊരു കാണാൻ അടിപൊളിയാണ്, ഇത് എല്ലായിടത്തും ഉണ്ട്. പക്ഷേ 3 to 4 സ്റ്റാർസ് എങ്ങാണ്ടേ ഉള്ളൂ. നമ്മൾക്കൊന്ന് കടന്നാൽ മാത്രം മതിയല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല വൃത്തിയുള്ള ഹോട്ടലാണ്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ വന്ന് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ പിന്നെ നടക്കാനിറങ്ങി, പുറത്തേക്ക് ഇറങ്ങി സിറ്റിയിലേക്ക്. പക്ഷേ തൊട്ടപ്പുറത്ത് തന്നെ ഉള്ളത് ചൈന ടൗൺ ആണ്. ഇതാണതേ ചൈന ടൗൺ. അതായത് ഇവിടെ കുറേ ചൈനീസ് ആൾക്കാരുണ്ട് കേട്ടോ. World War II ഒക്കെ കഴിഞ്ഞിട്ട് അവരുടെ ഇൻഫ്ലുവൻസ് ഭയങ്കര കൂടുതലായിരുന്നു ഈ ടെക്സ്റ്റൈലും കാര്യങ്ങളും. ഇപ്പോൾ ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ട് ഒത്തിരി
ചൈനീസ് ആൾക്കാർ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നുണ്ട്. അവർക്കായിട്ട് തന്നെ ഒരു ചൈന ടൗൺ തന്നെ ഇവിടെ ഉണ്ട്. കുറേ റെസ്റ്റോറൻറ്റുകളും ചെറിയ ചെറിയ ബിസിനസ്സുകളും പാർട്ടികളും പബ്ബുകളും ഒക്കെയുള്ള കുറച്ച് ആൾക്കാർ. ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയപ്പം ഏറ്റവും കൂടുതൽ ഇറ്റാലിയൻകാരെക്കാളും ഞാൻ കണ്ടത് ചൈനീസ് ആൾക്കാരെയാണ്. എനിക്ക് വേണം ഞങ്ങൾ താമസിക്കുന്ന അതിൻ്റെ അടുത്തായതുകൊണ്ടായിരിക്കാം ഞങ്ങളുടെ ആ ട്രാമ്പിലൊക്കെ കുറേ ചൈനക്കാരായിരുന്നു. ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ സ്ഥലം കാണാനായിട്ട്. ഈ കടകളുടെ ഉള്ളിലാണെങ്കിൽ അവർ ചെറി ബ്ലോസം പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ നല്ല നല്ല ഇൻസ്റ്റഗ്രാമിലൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന പോലത്തെ ഭയങ്കര പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയതിന് ശേഷം ഒരു കാപ്പി കുടിക്കാമെന്ന് കരുതി. അങ്ങനെ നല്ലൊരു കുഞ്ഞു കഫേയിലേക്ക് ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്ത് ആ പരിസരത്ത് തന്നെയുള്ളൊരു നല്ലൊരു കഫേ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് പോകാമെന്ന് കരുതി. നല്ല വെതറായിരുന്നു കേട്ടോ, നല്ല വെയിലാണ്. പക്ഷേ ഇങ്ങനെ നമ്മളെ വലിച്ചെടുക്കുന്ന വെയിലൊന്നുമല്ല, ഞാൻ വേർക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല വെയിലും നല്ല വെതറും. സ്വിറ്റ്സർലൻഡിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ ഒരു 3 ദിവസമൊക്കെ വരാനായിട്ട് അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങളൊരു കോസി കഫേയിൽ വന്നു. യെസ്, ഭയങ്കര ആൾക്കാരൊക്കെ ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ ചില്ല് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഞാനൊരു ഐസ്ഡ് അമേരിക്കാനോയും പവലൊരു കോഫിയും കുടിച്ചു. ആൻഡ് പിന്നെ ഒരു എക്ലെയർസ്. എനിക്ക് നോർമലി ഞാനൊരു ചോക്ലേറ്റോ അല്ലെങ്കിൽ സ്വീറ്റ്സ് കഴിക്കുന്ന ഒരാളല്ല. പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ വെറുതെ പവലിൽ ഓർഡർ ചെയ്തത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അധികം മധുരമില്ല, എന്തൊരു ടേസ്റ്റാണെന്നറിയോ. ഇവിടെ വരുന്നവരുണ്ടെങ്കിൽ ഇതുപോലത്തെ കഫേസ് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഒട്ടും എക്സ്പെൻസീവ് അല്ല, പക്ഷെ നല്ല ആംബിയൻസും ആണ്. പിന്നെ ഈ നമ്മൾ നടന്ന് ചുറ്റുവട്ടത്ത് തന്നെ പല കാര്യങ്ങളും കാണാനുള്ളത് തന്നെയുള്ളൂ. നമ്മുടെ കയ്യിൽ ബാഗൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ ട്രാം കയറിയത്. അങ്ങനെ നടന്ന് നമുക്ക് ഇപ്പോൾ മിലാനിലൊക്കെ വരുമ്പോൾ എന്ത് കാണണം എന്നും നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഉള്ള ഒരു പ്ലേസാണ് ആർച്ച് ഓഫ് പീസ്. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ നടന്നെത്തിയത്. എല്ലാം നടന്ന് കാണാനുള്ള ദൂരമുള്ളത്. ഇപ്പോൾ പിക്ചേഴ്സൊക്കെ എടുക്കാനായിട്ട് പറ്റിയൊരു സ്ഥലം അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാം, ടിക്കറ്റൊന്നും വേണ്ട. It says blah 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 Napoleon III victory blah 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 Italy. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നതിന് ശേഷം അവിടെ ഒരു നല്ല വലിയ പാർക്കുണ്ട്. ആൾക്കാരൊക്കെ ചില്ല് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതിപ്പോൾ 1 May ആയതുകൊണ്ടാട്ടോ റോട്ടിലൊന്നും അത്രയും തിരക്കില്ലാത്തത്. ഇന്നിപ്പം ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് ഹോട്ടലിൽ വന്നൊന്ന് വിശ്രമിച്ചിട്ട് തിരിച്ചു വന്ന് കരുതി ഇരിക്കുക. കാര്യം നല്ല തിരക്കായിരുന്നു, രാവിലെ തൊട്ടേ നടക്കുമായിരുന്നു. അതുകൊണ്ട് എന്നാലും കമ്പയർ ടു സ്വിറ്റ്സർലൻഡ് ഭയങ്കര പീസ്ഫുള്ളാട്ടോ. കുറച്ച് ഒച്ച കുറവും കാര്യങ്ങളൊക്കെ ഇവിടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ May 1 സൂപ്പറായിരുന്നു വരാനായിട്ട്. കടകളൊക്കെ തുറന്നിരിക്കുമായിരുന്നു സിറ്റിയിൽ, പക്ഷെ അടിപൊളിയായിരുന്നു. ഇതാ ഞാൻ പറഞ്ഞ പാർക്ക്. കുറേ ആൾക്കാർ പാടുന്നുണ്ട്, കുറേ ആൾക്കാർ എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഓടുന്നുണ്ട്, ചില്ല് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ പാർക്ക് നടന്ന് ഞങ്ങളൊരു ലെമണേഡൊക്കെ കുടിച്ച് കുറച്ചൊന്ന് ചില്ല് ചെയ്തു. You wanna listen to some Italian band? Yes, I wanna listen. If you wanna, I wanna. Just at least a little bit to see how bad they suck.
Now it's the castle. And it's Sforza. I don't know, you know? ആർച്ച് ഓഫ് പീസ് കണ്ടു, പാർക്ക് കണ്ടു. അതേ നേരെ നടന്നു വരുമ്പോൾ തന്നെ പിന്നെയുള്ളത് സ്ഫ്രോസ കാസലാണ്. ഇതും മിലാനോയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള പോയിന്റുകളിൽ ഒന്നാണ്. പക്ഷെ ഇതൊക്കെ ഇത്ര അടുത്താണെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. അപ്പോൾ വെറുതെ നടന്നാൽ മതി, നേരെ അങ്ങോട്ട് നടന്നാൽ മതി, ഇവിടെ എത്തും. ഇവിടെയും ടിക്കറ്റും കാര്യങ്ങളും ഒന്നും വേണ്ട, കയറി കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ മ്യൂസിയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളങ്ങനെ ഭയങ്കരമായി ഓരോന്ന് നിന്ന് കാണാൻ നിന്നില്ല. ബിക്കോസ് നമുക്ക് എല്ലാ സ്ഥലങ്ങളും ഒന്ന് ടച്ച് ചെയ്യണമെന്നുണ്ടായിരുന്നുള്ളൂ. 2 ദിവസത്തേക്കല്ലേ വന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ പതിയെ അതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് കൂടെ പുറത്തേക്ക് ഇറങ്ങി. But water comes from where? I don't know, from a pipe or something. No, there is, for sure was a river before, but they moved the river outside. They do it. They can redirect the river somewhere else. Molto bene. Oh yeah. Pretty decent. ഞാൻ ഈ സ്ഥലങ്ങളുടെയൊക്കെ പ്രത്യേകത താഴെ ലിങ്കിൽ കൊടുത്തേക്കാട്ടോ, ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. Yeah. But there is some. What's the name of the castle? Mane, can you throw this there? There on the right. സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇറ്റലിയുടെ ബോർഡറിലേക്ക് അങ്ങ് കിടക്കുമ്പോൾ തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് അറ്റ്മോസ്ഫിയർ ആട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അങ്ങനെ തന്നെ തോന്നിയിരുന്നു. മൊത്തത്തിലൊരു ഓറഞ്ച് യെല്ലോയിഷ് കളറാണ്, പക്ഷേ ഭയങ്കര ഫ്രഷ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആർക്കിടെക്ചറിൻ്റെ കാര്യമൊന്നും പറഞ്ഞറിയിക്കാൻ വയ്യ, അത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവർ ഓരോന്നും ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ കാസലിൻ്റെ ഒരു ഭാഗത്ത് കൂടെ ഇറങ്ങി മറ്റു ഭാഗത്തോടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നേരെ നമ്മൾ സിറ്റിയിലേക്കാണ്, മേജർ സിറ്റിയിലേക്കാണ് നമ്മൾ എത്തുന്നത്. He's jealous of my girlfriend. She's home. Come out from that. Never. China mini tram. Look at this. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പല കളറിലുള്ള ട്രാം, ഇത് ഇങ്ങനത്തെ കുട്ടി 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 ട്രാമുകളാണ് ഇവിടെ ഉള്ളത്. ഇത് ട്രാം ആണെങ്കിലും പക്ഷേ ഞങ്ങളധികം കയറിയിട്ടില്ല ഇതിൽ, ബിക്കോസ് ഇത് വളരെ റെയറാണ് ഇവിടെ.
പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങ് നടക്കാൻ കരുതി. ഞങ്ങൾ ഉച്ചയായപ്പോഴെത്തിയെങ്കിലും 2 മണിക്ക് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് ആ ഒരു ഈവനിങ് നല്ല പോലെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ്. രാത്രി ആയപ്പോഴാണ് തിരിച്ച് ഹോട്ടലിലേക്ക് കയറിയത്. പിന്നെ ഇതൊക്കെ ഇതുണ്ടോ മേജറായിട്ടുള്ള ഷോപ്പിംഗ് ഏരിയകളാട്ടോ. ഈ സ്പൺ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണ്, എല്ലായിടത്തും ഉണ്ട് ഇവിടെ. അത് ഈ തിരാമീസു കിട്ടുന്ന സ്ഥലമാണ്. ആൾക്കാരുടെയൊക്കെ സ്റ്റൈൽ കണ്ടോ, ഇങ്ങനെയാണ് ഇവിടെ എല്ലാവരും നടക്കുന്നത്. ജനറലി എല്ലാവരും ആ കാണുന്നുണ്ട് ഒരു അപ്രോൾ സ്പ്രിറ്റ്സിൻ്റെ ഇത്രയും വലിയ ഗ്ലാസ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? Jacket, $150. Huh? That's it? Polo, $35. No. Shoes, $129. Shirt, $59. Hey, you should buy. Why? But it looks so good. Because in Italy, a nice shopping retail. Otherwise, it looks like. ഇവിടെ ഈ മേജർ ബ്രാൻഡുകളുടെയൊക്കെ ഷോപ്പുകളുള്ള വലിയൊരു സ്ഥലമാട്ടോ. ഇവിടെ ഔട്ട്ലെറ്റുകളും ഉണ്ട്, പക്ഷേ അതിവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഔട്ട്ലെറ്റിലെത്താം. ഈ പ്രാഡയും കുച്ചിയും ഷനേലും കണ്ടോ. ഞങ്ങൾ നടന്ന അവസാനം നമ്മളപ്പുറത്ത് ഈ കത്തീഡ്രൽ ഓഫ് മിലാനോ ഡൂമോ കത്തീഡ്രലിൻ്റെ അവിടെ എത്തി. പക്ഷേ നമുക്കുള്ളിൽ കയറണമെങ്കിൽ ഭയങ്കര ക്യൂവും കാര്യങ്ങളുമാണ്. പക്ഷെ ഇത് നമ്മുടെ നാളത്തേക്കുള്ള പ്ലാനാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ കാണുന്നത് ഒരു ഷോപ്പിംഗ് ഏരിയ ആണ്. അതൊക്കെ നാളത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പക്ഷെ നടന്ന് അവിടെ എത്തിയത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ആ ഈവനിങ് ഒന്ന് എടുക്കാമെന്ന് കരുതി. പിന്നെ ഞങ്ങൾ കുറച്ചുള്ളിലേക്ക് നടന്നിട്ട് നേരെ കുറച്ച് അപ്രോൾ സ്പ്രിറ്റ്സും കോക്ടെയിലൊക്കെ കുടിച്ചിട്ട് ഇരിക്കാമെന്ന് കരുതി. അപ്പോൾ അവരൊന്ന് കടയിൽ പോകണമായിരുന്നു. അപ്പം ഞാനവിടെ പതിയൊരു കോക്ടെയിൽ എടുത്തു, പാവലും വേറൊരു കോക്ടെയിൽ എടുത്തു. ഇവിടെ കോക്ടെയിൽ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും സ്നാക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഇട്ടിട്ടോ. അതൊരു അടിപൊളി കാര്യമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ കയറി. നല്ല റിവ്യൂ ആയിരുന്നു, വൈൻ നല്ലതായിരുന്നു. ഒരു 12 പേർക്ക് ഇരിക്കാൻ പറ്റുന്നൊരു ചെറിയ റെസ്റ്റോറൻറ്റ്. ഞാൻ റിസോട്ടോയും പാവല് ട്രഫിൾസിൻ്റെ ഒരു മീറ്റ് സ്റ്റേക്ക് പ്ലേറ്റുമാണ് എടുത്തത്. കുറച്ചധികം ചീസി ആയിരുന്നു, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് ഇവിടുത്തെ ആൾക്കാർക്ക്. പക്ഷേ എനിക്ക് കുറച്ച് ചീസിൻ്റെ ടേസ്റ്റ്, ക്രീമിൻ്റെ ടേസ്റ്റ് കുറച്ച് ഇൻറ്റൻസ് ആയിരുന്നു. എനിക്ക് റിസോർട്ടിൽ അത്ര ചീസിൻ്റെ ഇഷ്ടമല്ല, പക്ഷെ എന്നാലും നല്ലതായിരുന്നു. വെയിലിൻ്റെ എല്ല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ഒരു ചൈനീസ് തിരിച്ച് നടന്ന് വീട്ടിലേക്ക് നടന്നാണ് പോകുന്നത്. ഒരു 1/2 മണിക്കൂർ നടന്നാൽ മതിയായിരുന്നു. പിന്നെ ഒരു ചൈന ടൗണിൽ കൂടി വന്നപ്പോൾ ചൈനീസ് ബാറിൽ കയറി 2 കോക്ടെയിലും കുടിച്ചു. ഇത്രയും യങ്സ്റ്റേഴ്സ് ഉള്ളൊരു ബാറിൽ കുറേ നാളായിട്ട് ഞങ്ങൾ കയറിയിട്ട് നല്ല ടയേർഡായി ഹോട്ടലിലേക്ക്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരെ ടാറ്റ ബൈ ബൈ.